ഈ പടം ഇങ്ങനത്തെ പടങ്ങൾ വരുമെന്ന് ജീവിതത്തിൽ പോലും ചിന്തിക്കാണ്ടൊക്കെയാണ് നമ്മൾ സിനിമയുടെ ജീവിതം തുടങ്ങണത്. ഒരു ഡയലോഗ്, ഒരു സീൻ കിട്ടിയാൽ അത്രയും ആഗ്രഹമാണ് നല്ല പടങ്ങളിൽ. കാരണം ചെയ്ത രണ്ട് പടത്തിൽ ത്രൂ ഔട്ട് അഭിനയിച്ചിട്ടൊരു കാര്യം ഉണ്ടായില്ല. അപ്പോൾ ആൾക്കാർ കണ്ടുപോലും ഇല്ല തിയേറ്ററിൽ ഇറങ്ങിയിട്ട്. ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. കാരണം ഇത്ര പ്രതീക്ഷിച്ചിട്ടുള്ള ഈ ഒരു പരിപാടി ശങ്കർ മഹാദേവൻ്റെ കൂടെയൊക്കെ ഏത് പടം ചെയ്യാൻ ആഗ്രഹിക്കാനാണ്. ഇപ്പൊ AR റഹ്മാൻ്റെ കൂടെ പടം ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കുക. തമിഴ് പടത്തിൽ അതൊന്നും ചിന്തിച്ചിട്ട് പോലും ഇല്ല ജീവിതത്തിൽ. ഞാൻ വർക്ക് മാത്രമേ ചെയ്തിട്ടുള്ളൂ, നെറ്റ്വർക്ക് ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ എനിക്ക് ഈ ആക്ടർ എന്നുള്ള നിലയ്ക്ക് വർക്ക് ചെയ്തുകൊണ്ട് മാത്രം ഇങ്ങനൊരു പടത്തിലൊക്കെ എത്താൻ പറ്റിയത് ഞാൻ ഭയങ്കര വലിയ സംഭവമായിട്ട് തന്നെ കാണുന്നത്. വെരി വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ഇറ്റ്. ഞാൻ ഒരു അർത്ഥത്തിൽ എന്നെ ഒരു ആക്ടർ ആക്കിയത് റോഷനാണെന്ന് പറയാം. കാരണം ഞങ്ങൾ ഒരുമിച്ച് കോളേജിൽ പഠിച്ചതാണ്. കൊച്ചിലെ ഒരു നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ സീരിയസ് ആയിട്ട് ഞാൻ അഭിനയം എന്ന് കാണുന്നത് റോഷനൊക്കെ സ്റ്റേജിൽ റോഷൻ്റെ ഒരു ഗ്യാങ് ഫ്രണ്ട്സ് കോളേജിൽ ഇവരൊക്കെ ചെയ്ത് കണ്ടിട്ടാണ് ഭയങ്കര നല്ല പരിപാടിയാണല്ലോ, അഭിനയിക്കണം എന്നുള്ളൊരു ആഗ്രഹം എനിക്ക് അപ്പോഴാണ് വരുന്നത്. ഇവരൊന്നും ഇല്ലാതെ എനിക്ക് പോകാൻ പറ്റില്ല. ഒറ്റയ്ക്ക് എന്നെ കൊണ്ട് ഇത് ഒരിടത്തെത്തില്ല. എല്ലാവരും ഉണ്ടെങ്കിലേ കൂടെ പോകാൻ പറ്റുള്ളൂ. പിന്നെ ഈ ഫൈറ്റ് കയറുമ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഫൈറ്റ് റിങ്ങി കയറിക്കുമ്പോൾ എല്ലാവരെയും മട്ടമാറും. കയറുന്ന മുമ്പ് ഇപ്പം നേരത്തെ ഒരു ഇന്റർവ്യൂ ചോദിച്ചാൽ ഇന്റർവ്യൂ മറ്റേ വൈവ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ കൊച്ചിങ്ങോട്ട് ചോദിക്കുമല്ലോ എങ്ങനെ ഉണ്ടായി, ഓക്കെ ആണോ, ഇതൊക്കെ ചോദിച്ചു. എവിടെയൊക്കെ വേദനയുണ്ട്, ഓക്കെ അല്ലേ, എത്ര ടേക്കൊക്കെ പോകുന്നത്. പിന്നെ കയറി കഴിയുമ്പോൾ മറ്റേ മൈൻഡൊന്നും ഇല്ല. കയറി അങ്ങ് അർമതിക്കുക എന്നുള്ളൊരു പരിപാടി, അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. വിശാൽ ചേട്ടൻ ഒരു കട്ട വില്ലനായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇതില്. കട്ട വില്ലനാണെന്ന് പറയാൻ പറ്റില്ല. പുള്ളിയുടെ ഒരു പെർസ്പെക്റ്റീവ് പുള്ളിയാണ് ഹീറോ. നമ്മൾ ആഗ്രഹിക്കില്ലോ ഇപ്പൊ ഒരു കൂട്ടത്തിലൊരു ലേഡി വന്ന് ഒരു 2 അടി അടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അബാജുണ്ട്. സോ ആളുടെ ക്യാരക്ടർ എങ്ങനെയാ? ആദ്യത്തെ കുറച്ച് നാൾ ഞങ്ങൾ ക്യാരോട്ടിരിക്കുമ്പോഴത്തേക്ക് ഇവരങ്ങനെ മിണ്ടാറൊന്നുമില്ല, ഭയങ്കര സൈലന്റാ. അപ്പോൾ അർജുൻ ഇങ്ങനെ പറഞ്ഞു, എടാ നീ ഇങ്ങനെ ഇരുന്നാൽ പോരാ, നീ കുറച്ച് ലൈവ് ആവണം, കുറച്ച് സംസാരിക്കുക, എന്നാലേ നമുക്ക് പരിപാടി. അടുത്ത ദിവസം തൊട്ട് അർജുൻ കുറച്ച് ലേറ്റായി. എന്താണ് അർജുൻ ഇപ്പോഴാണ് കയറിയത്? ചുറ്റുള്ള ആൾക്കാർ അവനൊന്ന് ഓണാക്കണം, അവനൊന്ന് റെഡിയാക്കണം. ഞാൻ റെഡി, നമ്മുടെ പിള്ളേരല്ലേ. പറഞ്ഞത് ഈ വാക്കൊന്നല്ല കേട്ടോ. പക്ഷെ ആ വാക്ക് നമുക്ക് ഇന്റർവ്യൂ പറയാൻ പറ്റില്ല. നിങ്ങളുടെ ലൈഫിലൊക്കെ ഒരുപാട് കയ്യടി കിട്ടിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് വേണ്ടി ക്ലാപ്പ് ചെയ്തിട്ടുള്ള ഒരു മൂമെന്റ്. പ്രമയോഗം ചെയ്ത് ഷൂട്ട് ചെയ്യണ സമയത്ത് ഞാൻ വീട് വിട്ട് പോകാൻ ശ്രമിച്ചിട്ട് തിരിച്ചു വരുന്ന സീക്വൻസ് ഉണ്ടല്ലോ, നേരെ ഫോളോ ചെയ്ത് നേരെ വന്ന് കാലിലേക്ക് വീഴണം മമ്മൂക്കയുടെ അടുത്തേക്കാണ്. മൊത്തം ആൾക്കാർ ക്രൂ കൈയടിച്ച് ഞാൻ പെട്ടെന്ന് ചാടി കഴിഞ്ഞിട്ട് നമുക്ക് നിനക്കുള്ള ഐഡിയ അല്ലാതെ എനിക്കുള്ള അതിനും കൊള്ളാം, നന്നായിരുന്നു. അതില് എനിക്ക് ഭയങ്കര ഒരു കൊടുക്കത്തെ ഹൈ കിട്ടി. പിന്നെ എനിക്ക് തലവരെ ഇറങ്ങിയപ്പോൾ അച്ഛൻ തിയേറ്ററിൽ എന്നെ കാണാൻ വന്ന മൊമെന്റ് അടിപൊളിയായിരുന്നു. നിങ്ങൾക്കൊരു ചെറിയ ഗിഫ്റ്റും കൂടെ കണ്ണൊക്കെ നല്ലതാവണേ. താങ്കള് ഹായ് ഹലോ നമസ്കാരം. സൈന സത് പ്ലസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദിസ് ഇസ് മി ഷിജന ജോസ് പ്രകാശ്. ചത്തപ്പച്ച എന്ന ഏറ്റവും പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങളുമായിട്ട് ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഈ സിനിമയിലെ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്ത 4 പേരാണ്. ഒരുപാട് സ്നേഹത്തോട് സ്വാഗതം. നമസ്കാരം. ടീസർ കാണുമ്പോൾ, പോസ്റ്റേഴ്സ് കാണുമ്പോൾ ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള സിനിമ. മലയാള സിനിമയിലെ പുതിയ പുതിയ സിനിമകൾ വരുമ്പം അല്ലെങ്കിൽ മേക്കിംഗ് സ്റ്റൈൽ മാറുന്ന സമയത്ത് ഭയങ്കര എക്സൈറ്റഡ് ആണ് മാറ്റങ്ങൾ കാണുന്ന സമയത്ത്. ടീസർ കാണുന്ന സമയത്ത് അതിലൊരു ഡയലോഗ് ഉണ്ട്, നല്ല ഇടി കൊടുത്തിട്ട് ആളുകളുടെ കൈയടി വാങ്ങുന്നു. അതുപോലെ നല്ല ഇടി കൊടുത്ത് ആളുകളുടെ കൈയടി വാങ്ങാൻ വേണ്ടി പോവുകയാണോ നിങ്ങൾ 4 പേരും? ഈ പടത്തില് മെയിൻ അതാണല്ലോ, നമ്മളൊരു പുതിയ സ്റ്റൈൽ ഓഫ് ഒരു ഫൈറ്റ് അല്ലെങ്കിൽ ഒരു ആർട്ട് അല്ലെങ്കിൽ ഒരു സ്പോർട്സ് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു ഷോ പോലെയാണ് അത്. മട്ടാഞ്ചേരി എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ഏരിയയിലേക്ക് കൊണ്ടുവന്ന് അത് ആൾക്കാരെ ഏറ്റെടുക്കോ ഇല്ലേ എന്നുള്ളതാണ് ബാക്കി പടത്തിലെ പരിപാടി. അപ്പം അതിനുവേണ്ടി കുറച്ചധികം തല്ല് കൊടുക്കുകയും വാങ്ങുകയും ചെയ്തിട്ടുണ്ട് ഈ പടത്തിൽ. നിങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കൗണ്ട് ചെയ്യാറുണ്ടോ, ഇത്ര കിട്ടി അല്ലെങ്കിൽ തിരിച്ച് അങ്ങോട്ട് ഇങ്ങോട്ട് കൊടുക്കണ്ടേ? ഇപ്പൊ എപ്പോഴും ഷൂട്ടിംഗ് സമയത്ത് കൗണ്ട് ചെയ്യണത് ടേക്സ് ആണ്. പരിപാടി നമ്മള് പുറത്തുനിന്ന് എത്ര ടേക്ക് പോകും? ബെറ്റ് ഉണ്ടോ? 20ഓ 25ഓ അങ്ങനെ? ഞങ്ങൾക്കൊരു ഗ്യാങ് ഉണ്ട്, പൈപ്പിൻചോട് ഗ്യാങ്. അപ്പൊ അത് അവര് തമ്മിൽ അവിടെ ഇവിടേക്കാണ് നിക്കണേ. ഇവര് കണ്ണിലിങ്ങനെ അങ്ങനെ ഒരു കണക്ഷൻ.
ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ സെറ്റ് എന്ന് പറയണത് ഇപ്പൊ നമ്മുടെ ഒരു വൈബിന് പറ്റിയ ആളുകള് അല്ലെങ്കിൽ ഇപ്പൊ പ്രത്യേകിച്ച് എല്ലാ നടന്മാർക്കും ഈ ഫൈറ്റ് സീൻ ചെയ്യാനൊക്കെ ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അതിനനുസരിച്ച് ഒരു ടീം ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി നന്നായിട്ട് പെർഫോം ചെയ്യും. സോ എങ്ങനെ ഉണ്ടായിരുന്നു ടീം? ഇത് ഭയങ്കര പൊളി ടീമായിരുന്നു ചത്തപ്പച്ചയുടെ. അത് അങ്ങനെയൊക്കെ ഒരു സെറ്റപ്പ് ഉണ്ടല്ലേ ഈ പടം ചെയ്യാൻ പറ്റുള്ളൂ എന്നത് കഴിഞ്ഞപ്പോൾ തോന്നി. ഈ പറഞ്ഞ പോലെ ഒരു ദിവസം ഫൈറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഭയങ്കര ടയർഡായിട്ട് ചെന്നാലും പിറ്റേന്ന് രാവിലെ നമുക്ക് സെറ്റിലേക്ക് പോകാൻ തോന്നും. സെറ്റിലുള്ള സമയം നമ്മൾ ഷൂട്ട് ചെയ്യുവാണേലും അല്ലെങ്കിലും ഭയങ്കര എൻജോയബിൾ ആണ്. പിന്നെ അത് ഞങ്ങൾ ആക്ടേഴ്സ് മാത്രമല്ല, ഇപ്പം ഞങ്ങൾ ഈ കാണുന്ന 4 പേര് പിന്നെയും പോസ്റ്ററിലൊക്കെ ഉള്ള എല്ലാവരും ഈ ഫുൾ ഗ്യാങ് മുഴുവൻ നേരം ഒരുമിച്ചുണ്ടായിരുന്നു. മൂലയ്ക്ക് ഇരിക്കുന്നവര് നിങ്ങൾക്ക് കേൾക്കാൻ ശബ്ദങ്ങളൊക്കെ. അവിടുത്തെ പൈപ്പിറക്കണേ എന്തത് കഥ എന്താ? പൈപ്പിൻ ചുവട് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ആരാണ് മെയിൻ? ശ്യാം ചേട്ടനാ. ശ്യാം ചേട്ടൻ ഓൾറെഡി ഫാൻസ് ആണല്ലോ. ഇത് ഫാൻസ് ആയോണ്ടല്ല, ഇത് വേറെയാ. കേൾക്കുമ്പോ അങ്ങനെ തോന്നുന്നു. അങ്ങനെയല്ല അത്. എങ്ങനെയുണ്ടായിരുന്നു ഇവരുടെ ഉള്ള എക്സ്പീരിയൻസ്? അയ്യോ ഭയങ്കര രസം. ഞാൻ എൻ്റെ ആദ്യമായിട്ട് അഭിനയിക്കുന്ന പടമാണെങ്കിൽ ഞാൻ സിനിമയിൽ ഞാൻ ക്യാമറമാൻ ആയിരുന്നു. അപ്പോൾ കുറച്ച് നാളായിട്ടുണ്ട്. അപ്പോൾ എനിക്കിത് സിനിമ സെറ്റ് പരിചയമുള്ളൊരു സംഭവം തന്നെ. പക്ഷേ ഇങ്ങനൊരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ്. കാരണം ഈ എന്തുകൊണ്ടെന്നറിയാം, നമ്മുടെ ഇപ്പോൾ പല പ്രായമാണെങ്കിലും എല്ലാവരും ഒരേ മനസ്സുകൊണ്ട് എല്ലാവരും ഒരേ ഏജ് ഗ്രൂപ്പ് ഉള്ള ഒരു അങ്ങനെ നമുക്ക് അങ്ങനെ ഒരു ഫസ്റ്റ് ഡേ തന്നെ വന്നപ്പോൾ തന്നെ ഞങ്ങൾക്കൊരു സ്പേസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അർജുൻ വിളിച്ചിട്ട് പറഞ്ഞു, അല്ല അവിടെ വേണ്ട, ഇവിടെ ഈ കാരവാൻ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞ് ഞങ്ങൾ എല്ലാവരും തിരിച്ചു കൊണ്ടുവന്നു. അങ്ങനെ ഒരു അബദ്ധം അർജുൻ കാണിച്ചു. പിന്നെ പടം തീരുന്നവരെ അതിൻ്റെ അകത്ത് പുള്ളിക്ക് ഉറങ്ങാൻ പോലും പറ്റിയിട്ടില്ല. അപ്പം അങ്ങനെയായിരുന്നു ഞങ്ങൾ ഫുൾ സെറ്റ് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു ഇവർ മറ്റേ സ്റ്റാറിലാണ് അങ്ങനത്തെ ഒരു ഫീലിംഗ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. എല്ലാവരും ഭയങ്കര ഒരുമിച്ച് ചെയ്തൊരു ഭയങ്കര രസമായിരുന്നു. ശരിക്കും ഈ സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പല പല കാരണങ്ങൾ ഉണ്ടാവാം. ചിലപ്പോൾ സ്ക്രിപ്റ്റ് ആവാം, അല്ലെങ്കിൽ ഈ ഒരു മേക്കിംഗ് സ്റ്റൈൽ ആയിരിക്കാം, അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കാം. എന്താണ് നിങ്ങൾ 4 പേര് ഈ സിനിമ ചെയ്യാൻ ഏറ്റവും എക്സൈറ്റഡ് ആക്കിയത്? ഈ സിനിമ എനിക്ക് ആക്ച്വലി ഡിഫറെൻ്റ് ആൻസർ ആയിരിക്കും. കാരണം ഇതിൻ്റെ പ്രൊഡക്ഷനും നമ്മളായതുകൊണ്ട് സ്റ്റാർട്ടിങ് തൊട്ട് ഇതിൻ്റെ ഒരു കോൺസെപ്ച്വലി ഒരു അട്രാക്റ്റീവ് ഫാക്ടറായിട്ട് തോന്നി. ഇതിൻ്റെ WWE തീമും ഇതിൻ്റെ ഒരു ബ്രദർഹുഡ് ഫ്രണ്ട്ഷിപ്പ് തീമായതുകൊണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇതിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ടെക്നീഷ്യൻസാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവായി തോന്നി. കാരണം നമ്മൾ ഫസ്റ്റ് ടൈം പ്രൊഡക്ഷൻ ഹൗസും ഫസ്റ്റ് ടൈം ഡയറക്ടറാണ്. അപ്പോൾ നമ്മുടെ ചുറ്റും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ടെക്നീഷ്യൻസ് വെച്ച് സറൗണ്ട് ചെയ്ത പിന്നെ നമ്മുടെ വർക്കും കുറച്ചുകൂടി നന്നാവുന്നതാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ആനന്ദേട്ടനാണ് നമ്മുടെ ക്യാമറ ചെയ്ത ആനന്ദ് സി ചന്ദ്രൻ, പിന്നെ സ്റ്റൺസ് കലായ് മാസ്റ്റർ. ഇതൊക്കെയാണ് എനിക്കുള്ള എക്സൈറ്റിംഗ് ഫാക്ടേഴ്സ്. പിന്നെ ഈ അടിപൊളി ആക്ടേഴ്സിന് കൂടെ വർക്ക് ചെയ്യാൻ ഒരു ചാൻസ് കിട്ടി. സോ വെരി ഹാപ്പി അബൌട്ട് ദാറ്റ്. എനിക്ക് ഒറ്റ ലൈനിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എക്സൈറ്റിംഗ് ആവുന്ന പ്രോജക്റ്റുകൾ, കഥകളെല്ലാം ഇമ്മീഡിയറ്റ്ലി യെസ് പറയാൻ തന്നെ തോന്നുന്നു. അപ്പോൾ ഈ WWE കൊച്ചിയിൽ കൊണ്ട് സെറ്റ് ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണല്ലോ ശരിക്കും പറഞ്ഞ ചത്തം. അതിൻ്റെ 1 ലൈൻ പിച്ച് അതാ. അപ്പോൾ അതിൽ തന്നെ നമ്മൾ ഭീകരമായിട്ട് ഇന്നായിരുന്നു. അപ്പോൾ അതിലേത് ക്യാരക്ടറായാലും ഓക്കെ. പിന്നെ ഓക്കെ, കഥയൊക്കെ കേട്ടു, രസമാണ്. അദ്വൈതിനെ എനിക്ക് നേരത്തെ അറിയാം, ഞങ്ങൾ മൂത്തോൻ ഒരുമിച്ച് വർക്ക് ചെയ്തതാണ്. പിന്നെ ഇതിൽ പുതിയതായിട്ട് എനിക്ക് ഈ ആക്ടേഴ്സിനെ അറിയാം. ശ്യാമിനെ എനിക്ക് ഒരുപാട് നാളായിട്ട് അറിയാം. പിന്നെ കുറേ പുതിയ ആക്ടേഴ്സ് വന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ എനിക്കൊന്ന് പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് ഷിഹാനെയും ഇഷാനെയും ആദ്യം മീറ്റ് ചെയ്തപ്പോൾ ജെന്യുവൻലി ഈ പ്രോജക്റ്റ് പറ്റുന്നത്ര നന്നായിട്ട് ചെയ്യണം എന്നുള്ള ഇൻറ്റൻഷനിൽ തന്നെ വന്ന 2 ആൾക്കാരായിട്ട് അവരിലും ഭയങ്കരമായിട്ടൊരു ട്രസ്റ്റ് തോന്നി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് എല്ലാം പോസിറ്റീവ്സ് ആയിരുന്നു. ഈ പറഞ്ഞ ഇവർ അസംബിൾ ചെയ്ത ക്രൂ, ഇതിൽ കണ്ടുപിടിച്ച പുതിയ ആക്ടേഴ്സ്, പിന്നെ കാർമൻ എൻ്റെ കൂടെ റോന്തിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു എല്ലാം നല്ല പൊളിയായിരുന്നു. മതി. അപ്പോൾ ഇത് എനിക്ക് അഭിനയം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള പണ്ട് മുതലുള്ള ആഗ്രഹമാണ്. ഞാൻ വേറൊരു രീതിയിലാണ് അഭിനയിക്കാൻ വേണ്ടി തുടങ്ങിയതാണ് ഞാൻ സിനിമയിലേക്ക് ആദ്യമായിട്ട് വരുന്നതൊക്കെ അവൻ ആഗ്രഹിച്ചാണ് ചെന്നത്. പക്ഷേ വേറെ രീതിയിൽ പോയി. അപ്പോൾ അങ്ങനെ കുറേ കാലത്തിന് ശേഷം അദ്വൈത റോഷൻ്റെ ഒരു പ്ലേ ഉണ്ട്, ബൈ ബൈ ബൈപ്പാസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ പ്ലേയിൽ ഞാൻ ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പ്ലേ അദ്വൈത കണ്ടിരുന്നു. അങ്ങനെയാണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ ഓഡിഷൻ പോകുമ്പോഴത്തേക്ക് ഇത് എന്താണെങ്കിലും ഓക്കെ എന്നെ വിളിച്ചാണല്ലോ, ഇത് കഥ പോലെ കേൾക്കുമ്പോൾ ഞാൻ ഇന്നാണ്. അപ്പോൾ എനിക്കൊരു ക്യാരക്ടർ അഭിനയിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് അപ്പോൾ അത് തന്നെയാണ് ഇതിൻ്റെ ഫസ്റ്റ്. അപ്പോൾ പോകുന്നതിന് മുമ്പേ ഇത് ഓഡിഷൻ ചെയ്യുന്ന മുമ്പേ ഞാനിപ്പോൾ കിട്ടുകയാണെങ്കിൽ എന്താണെങ്കിലും ചെയ്തിരിക്കും. പോയപ്പോഴത്തേക്കും ഇങ്ങനൊരു സാധനം. അപ്പോൾ എനിക്ക് ആദ്യം വിചാരിച്ചേ എനിക്ക് പറ്റുമോ, കാരണം ഞാനൊരു സ്പോർട്സനെ അല്ലായിരുന്നു. കഴിഞ്ഞ വർഷത്തെ എൻ്റെ രൂപം കണ്ടേ നിങ്ങൾക്ക് ഞെട്ടിപ്പോകും. അങ്ങനെ അത്രയും മാത്രം വ്യത്യാസം എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരിക്കലും അത്ലറ്റിക് അല്ലായിരുന്നു. ഒരിക്കലും അങ്ങനെ ക്രിക്കറ്റ് ഫുട്ബോൾ സ്കൂളിൽ കളിക്കുന്നതല്ലാതെ വേറെ ഒരു തരത്തിലുള്ള
അപ്പം അങ്ങനെയുള്ള ഒരാൾക്ക് ഇത് ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ ഇത് ഫസ്റ്റ് പടത്തിൽ തന്നെ എടുത്ത് വെക്കണോ, തല വയ്ക്കണോ, പണി പാളുമോ? അപ്പോൾ പിന്നെ ആലോചിച്ച് ഓക്കെ ഇത് ഇപ്പോഴേ കിട്ടും, ഇത് കുറേ കാലമായി കാത്തിരിക്കുന്നു, ഒരു സാധനം വന്നു, എന്ത് വന്നാലും ചത്താലും ശരി ഇതൊന്ന് പഠിച്ചെടുത്ത് ചെയ്യുക. അത്രേ ഉള്ളൂ, ചത്താ പച്ച എന്ന് പറഞ്ഞ് ഇറങ്ങി തിരിക്കുക എന്നുള്ളത് ആയിരുന്നു തീരുമാനം. അങ്ങനെ ഇറങ്ങി തിരിച്ചു ഇവിടെ വന്നിരിക്കുന്നു. ഇതിൽ ആക്ച്വലി ഇപ്പോൾ നേരത്തെ റോഷൻ പറഞ്ഞ തന്നെ പരിപാടിയാണ്. നമുക്ക് ഈ ഒരു വൺ ലൈൻ കേൾക്കുമ്പോൾ കിട്ടുന്ന ഒരു ഹരം ഉണ്ടല്ലോ. പക്ഷേ ഇപ്പം ഞാനൊക്കെ ചെയ്ത പടങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഇതേപോലെ വൺ ലൈൻ കേട്ടിട്ട് ഈ ഒരു പരിപാടി ചെയ്തു വരുമ്പോൾ ആ ഒരു ക്വാളിറ്റിയിലേക്ക് എത്താത്ത പല പടങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഒരു ടെൻഷൻ ഇവരുടെ റെഫറൻസ് കാണിച്ചപ്പോൾ തന്നെ ഏകദേശം ഒരു ഒതുക്കം കിട്ടി. പിന്നെ ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എത്രത്തോളം ആവും എന്നുള്ളൊരു ടെൻഷൻ നമുക്കുണ്ടല്ലോ. പക്ഷെ അതൊക്കെ ഫസ്റ്റ് ഇവരുടെ പരിപാടികൾ ചെയ്ത് കണ്ട് ഇവരുടെ പ്രൊമോഷൻ വൈസ് ആയാലും എന്ത് രീതിയിലായാലും കൂടെ വന്ന കൊളാബ്സ് ആയാലും എല്ലാം ധർമ്മ അങ്ങനെ അങ്ങനെ വലിയ വലിയ ബാനേഴ്സാണ് ഇവർ വന്നത്. അപ്പം അതൊക്കെ ചോദിക്കുമ്പോൾ എനിക്കിത് വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഇങ്ങനത്തെ ഒരു പടം, ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ഈ ഒരു പടത്തിൽ ചെയ്യാൻ പറ്റിയതും, പിന്നെ ഇത്രയും കാസ്റ്റ് ഉണ്ട്, ഇത്രയും ക്രൂ, വലിയ ആനന്ദേട്ടൻ, പിന്നെ ശങ്കർ സാൻലായി, പിന്നെ നമ്മുടെ മുജീബ്, അങ്ങനെ പ്രവീൺ ചേട്ടൻ, അങ്ങനെ കുറേ ഇല്ല. പിന്നെ മെൽവിനൊക്കെ എനിക്ക് ബ്രഹ്മയുഗവും പല പടങ്ങളായിട്ട് ഞങ്ങൾ കുറേ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ പിന്നെ സനൂപേട്ടൻ സ്ക്രിപ്റ്റ് എഴുതുന്നത്. അപ്പോൾ മൊത്തം ഫസ്റ്റ് വൺ ലൈൻ കേട്ട് കയറി സന്തോഷമായി. പിന്നെ പോകെ ഈ സന്തോഷം കൂടിക്കൊണ്ടേയിരുന്നു. ഓരോരോ ആൾക്കാർ ആഡ് ഓൺ ആകുമ്പോഴും, ഓരോരോ കൊളാബറേഷൻസ് വരുമ്പോഴും, ഓരോ ചേഞ്ചസ് വരുമ്പോഴും, പിന്നെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കും തോറും, പിന്നെ ഈ ഫൈറ്റ് കയറുമ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഫൈറ്റ് റിങ്ങി കയറി കഴിയുമ്പോൾ എല്ലാവരെയും മട്ട മാറും. കയറുന്ന മുമ്പ് ഇപ്പം നേരത്തെ ഒരു ഇന്റർവ്യൂ ചോദിച്ചാൽ ഇന്റർവ്യൂ മറ്റേ വൈവ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ കൊച്ചും ചോദിക്കുമല്ലോ എങ്ങനെ ഉണ്ടായി, ഓക്കെ ആണോ, ഇതൊക്കെ ചോദിച്ചു, എവിടെയൊക്കെ വേദനയുണ്ട്, ഓക്കെ അല്ലേ, എത്ര ടേക്കൊക്കെ പോകുന്നുണ്ട്. പിന്നെ കയറി കഴിയുമ്പോൾ മറ്റേ മൈൻഡൊന്നും ഇല്ല, കയറി അങ്ങ് അർമ്മതിക്കാന്നുള്ളൊരു പരിപാടി. അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തായിരുന്നു. വിശാഖ് ചേട്ടൻ ഒരു കട്ട വില്ലനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വിശാഖ് കട്ട വില്ലനാണെന്ന് പറയാൻ പറ്റില്ല. പുള്ളിയുടെ ഒരു പെർസ്പെക്റ്റീവ് നിന്ന് പുള്ളിയാണ് ഹീറോ. അതെ, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ഒരു നോർമൽ, ഫോർ എക്സാമ്പിൾ ഓഫീസർ ഓൺ ഡ്യൂട്ടിയിൽ ചെയ്ത പോലെ ആയിരിക്കില്ല. ഞാൻ വെച്ച് നോർമൽ അല്ല, പക്ഷെ ഒരു ഡിഫറെന്റ് ക്യാരക്ടറാണ് വിശാഖിൽ. ഒരു അടിപൊളി പെർഫോമൻസ് ആണ്. ഇപ്പൊ പുതിയ പുതിയ കോൺസെപ്റ്റ് കാര്യങ്ങൾ സിനിമയിൽ നിങ്ങൾക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞ വൺ ലൈനിലായിരിക്കും വരിക, പക്ഷെ അത് എങ്ങനെ വരും എന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല. പക്ഷെ അതെങ്ങനെയാണ് നിങ്ങൾ ഇപ്പം ചെയ്ത സിനിമ ചിലപ്പോൾ പാളി പോവാറുണ്ട്, പക്ഷെ ഇപ്പൊ എങ്ങനെയാണ് നിങ്ങൾ ഒരു വൺ ലൈൻ വരുന്നത്? ചേട്ടനത് പറഞ്ഞു, അതുകൊണ്ട് ധൈര്യമായിട്ട് ഞാൻ പറഞ്ഞു. സോ അതെങ്ങനെ ഇപ്പൊ എങ്ങനെയാ അത് മനസ്സിലാക്കുക? അല്ല ഇപ്പൊ ഈ നമ്മൾ പക്ഷെ ജസ്റ്റ് വൺ ലൈൻ അല്ല കേൾക്കണം ആക്ച്വലി. പക്ഷെ ഒരു വൺ ലൈൻ കേൾക്കുമ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റ് കൂടുതൽ തോന്നുമല്ലോ. ബാക്കി നമ്മൾ എന്തായാലും ഇതിന്റെ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ ഇരിക്കാൻ ശ്രമിക്കാറുണ്ട്. അല്ലാണ്ട് നമുക്ക് ഒരു പടം മൊത്തം അങ്ങനെ ജഡ്ജ് ചെയ്യാൻ പറ്റൂല ചിലപ്പോൾ. കാരണം ഈ 2.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറത്തെ പടം നമ്മൾ ജസ്റ്റ് ഒരു 5 മിനിറ്റിൽ കഥ കേട്ട കാര്യമില്ലല്ലോ. ബാക്കി എന്തൊക്കെയാണ് നടക്കുന്നത്, എങ്ങനെയാണ് അതിൻ്റെ പരിപാടി പോകണതെന്ന് അറിയണം, എവിടെയൊക്കെ എന്തൊക്കെയുണ്ട്, എൻ്റെ സ്ക്രീൻ പ്രസൻസ് എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ കുറച്ചുള്ളൂ, അതൊക്കെ അറിയണമല്ലോ. അപ്പം അങ്ങനെ എന്തായാലും മൊത്തം സ്ക്രിപ്റ്റ് പരിപാടി വായിക്കുക അല്ലെങ്കിൽ കേൾക്കാണ്ട് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ പ്രത്യേകിച്ച്. എനിക്കൊന്ന് കുറച്ചുകൂടെ ആൾക്കാരെ റീഡ് ചെയ്യാനാണ് ഞാൻ നോക്കുന്നത്. കുറച്ചുകൂടെ അങ്ങനെയാണ്. ഈ പിച്ച് ചെയ്യുന്ന ഈ ആളുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാൻ എനിക്ക് താല്പര്യം തോന്നുന്നുണ്ടോ, അല്ല ഇവരുടെ വിഷൻ എനിക്ക് എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടോ, അവരിലൊരു വിശ്വാസം വരുന്നുണ്ടോ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആംഗിൾ. എനിക്ക് ഷിഹാനുമായിട്ടുള്ള മീറ്റിങ്ങും, ഷിഹാനിനെ അദ്വൈതിനെ ഇഷാനിനെ ഞാൻ ഒരുമിച്ച് ഒരു പ്രാവശ്യം മീറ്റ് ചെയ്തത്. അത് കഴിഞ്ഞപ്പോഴാണ് ഫുള്ളി കൺവിൻസ്ഡ് ആയത്. അല്ല ഇവർ ഈ പടം വെച്ചിട്ട് എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് അതിൻ്റെ ഭാഗമാവാൻ തോന്നുന്നുണ്ട്. അങ്ങനെ ഒരു പീപ്പിൾ എന്നുള്ളത് വലിയൊരു ഫാക്ടറാണ്. ഇപ്പൊ ഇവിടെ ഒരു ലേഡി സ്ട്രോങ് ക്യാരക്ടറും കൂടി ഉണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ. സമയത്ത് പോവാണ് നിങ്ങൾ, അത് കൂടെ കേട്ടിട്ട് പോവാ. തിരിച്ചു വരണ്ടേ, പോയിട്ട് പറഞ്ഞാൽ മതി. ഇനി വെള്ളമൊന്നും വേണ്ട. എങ്കിലും ഇപ്പൊ നമ്മൾ ആഗ്രഹിക്കല്ലോ, ഇപ്പൊ ഒരു കൂട്ടത്തിലൊരു ലേഡി വന്ന് ഒരു 2 അടി അടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അബാജുണ്ട്. സോ ആളുടെ ക്യാരക്ടർ എങ്ങനെയാ? പറയാനും മാത്രമൊന്നുമില്ല. സൈഡിലൊരു പെണ്ണിന് അല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇരുത്തിക്കൊണ്ട് പറയാൻ പറ്റില്ല, അതാണ് പ്രശ്നം. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മള് കുറെ കലക്കൻ മൂവ്സ് ആക്ച്വലി അവളും ഒളിഞ്ഞിരുന്നേക്കുള്ള ഡാറ്റുമായിട്ടുള്ള ഫൈറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഫൈറ്റ്. രണ്ടുപേരും ഗംഭീരമായിട്ട് പരിപാടി പൊളിച്ചിട്ടുണ്ട്. അത് ബാക്കി കുറച്ചേറെ മാസൊക്കെ ഉണ്ട്, അത് തിയേറ്ററിൽ കാണാം. ചീത്തപ്പൊളി സാധനമാണ് അത്.
ഭയങ്കര ഇൻസ്പിറേഷനിലാണ് ഈ പറഞ്ഞ പോലെ. എനിക്ക് നമ്മൾ ഓരോരുത്തരും ഫൈറ്റ് കഴിയുമ്പോൾ നമ്മൾ ചോദിക്കുമെന്ന് പറഞ്ഞില്ലേ എങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കാർമൻ്റെ ആണ് വൺ ഓഫ് ദ ഫസ്റ്റ് ആക്ച്വലി ആദ്യം ഷൂട്ട് ചെയ്ത ഫൈറ്റ് കാർമൻ്റെ. പിന്നെ ചെയ്യാൻ പോയത് ഇവരായിരുന്നു. ആ പക്ഷെ എന്റെ ഡേറ്റിന് എന്താ പ്രശ്നം കാരണം ഇവര് ഇത് മാറ്റി. റെഡിയായിട്ട് ഞാനൊന്ന് അപ്പൊ ഞാൻ ആദ്യം കാർമൻ്റെ അടുത്താ പോയി ചോദിക്കുന്നത് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ മറ്റേ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷെ അവസാനം ഓക്കെ ആകുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ആൾക്കാരൊക്കെ കൈയടിക്കും റോഷനാണ്. ഇപ്പൊ നമ്മൾ സ്ക്രീനിൽ കാണുന്ന സമയത്ത് ഇന്ന ഫൈറ്റ് അത് കയ്യടി കിട്ടും. എല്ലാ ഫൈറ്റും ഉണ്ടാവും, നിങ്ങൾക്ക് ഓരോ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സീനുകൾ ഉണ്ടാവും. എങ്കിലും ഈ ഒരു സീൻ അയ്യോ അത് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ അങ്ങനെ തോന്നിപ്പോയിട്ടൊരു സീൻ ഉണ്ട്. എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും ഒരു സീൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈക്വൽ ആയിരുന്നു. എനിക്കിതിനകത്ത് എന്റെ ഫേവറേറ്റ് ഫൈറ്റ് ഒക്കെ ഉണ്ട്, പക്ഷെ അത് ഞാൻ ഇപ്പോഴേ പറയുന്നില്ല. ഓക്കെ, ഞാനൊരു അടി റൗണ്ടിലേക്ക് പോവാണ്. ഒരു റാപ്പിഡ് ഫയർ ആണ്. ഞാൻ ഇപ്പോഴേ തുടങ്ങണമെന്നുള്ള രീതി. ഓക്കെ, ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കും. വേണമെങ്കിൽ ഈ കൂട്ടത്തിൽ നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ നിങ്ങളുടെ സിനിമയിൽ അഭിനയിച്ച ആളുകളുടെ പേര് പറയാം, അല്ലെങ്കിൽ നിങ്ങളുടെ കോമൺ ഈ പറഞ്ഞ ഫീൽഡിലുള്ള ആരുടെങ്കിലും സെലിബ്രിറ്റീസിന്റെ പേര് പറയാം. നമുക്ക് വേണ്ടി അടി കൊള്ളാനോ കൊടുക്കാനോ മുൻപിൽ നിൽക്കുന്ന ആ സുഹൃത്ത്. അടി കൊള്ളാനാണെങ്കിൽ അർജുൻ അതെന്തുകൊണ്ടാ? ഈ പടത്തിലെ ഏറ്റവും കൂടുതൽ അടി എനിക്കാണ്. 6 അടിയാണ്. അർജുന ഒരു നമ്മുടെ ഒരു ഒന്നുമില്ല, അത് അർജുൻ മെന്ററാണ്. അത് ഞങ്ങൾക്ക് 4 പേർക്ക് ഒരു തോളി കൈയിട്ട് നിൽക്കുന്ന ഒരു മെന്റർ. ഒരു അങ്ങനെ കൊടുക്കും, പൊറോട്ട ബീഫ് മേടിച്ചു കൊടുക്കും. അർജുന ഇരുത്തിക്കൊണ്ട് പറയുന്നത് കുറച്ച് അരമ്പയാണ്. കുറച്ച് ഇല്ലാത്ത ഞാൻ പറയാം. നമ്മുടേതായിട്ടുള്ളൊരു ആൾ ഇത്രയും പാവാണ് ശരിക്കും. അല്ലല്ല നിങ്ങൾക്ക് 3 പേർക്കും അർജുൻ ചേട്ടന്റെ പേരാണോ പറയാനുള്ളത്? ഒരു ഇഷ്യൂ എനിക്ക് ടാറ്റു എന്തുകൊണ്ടാ? കട്ടൊക്കെ നിൽക്കും മുമ്പില്. വഴിയിൽ പോകുന്ന അടി ഏണി വാങ്ങിച്ചു തരുന്ന ഒരു കൂട്ടുകാരൻ. ശരിക്കും അത് ഞാനാണ്. പറയാൻ പറ്റില്ലല്ലോ. എല്ലാ ചോദ്യം ചേട്ടനുണ്ട് ഇതുപോലെ. അങ്ങനെ വള്ളിയോട് പിടിക്കാറില്ല എന്ന് തോന്നുന്നു നിങ്ങള്. വിശാഖിനെ കൊണ്ട് പറ്റും. ട്രൈ ചെയ്താ ഞാൻ ആവശ്യമില്ലാണ്ട് എല്ലാ കമ്പനിക്കാരും വള്ളിയോ പിടിക്കും. സത്യമുണ്ട്, എന്റെ തലക്ക് തന്നെ വരും. അടി എന്ന് എഴുതിയാൽ മതി അവനോടും ആ കൂട്ടുകാരൻ. ശാന്തനാണ്. അങ്ങനെ വഴക്കിടുന്നത് ആക്ച്വലി വൈഷ്ണവ എന്റെയും. ഞങ്ങളിവിടെ ഫോട്ടോ വെച്ച് ഒട്ടിക്കാനോ അത്ര പേടി. അങ്ങനെ ശാന്തനാണെന്ന് തോന്നുന്നില്ല. ഭയങ്കര ശാന്തന. ആദ്യത്തെ കുറച്ച് നാൾ ഞങ്ങൾ കയറോണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇവരങ്ങനെ മിണ്ടാറൊന്നുമില്ല, ഭയങ്കര സൈലന്റാ. അപ്പൊ അർജുൻ ഇങ്ങനെ പറഞ്ഞു, എടാ നീ ഇങ്ങനെ ഇരുന്നാ പോരാ, നീ കുറച്ച് ലൈവ് ആവണം, കുറച്ച് നീ സംസാരിക്കുക, എന്നാലേ നമുക്ക് പരിപാടി. അടുത്ത ദിവസം തൊട്ട് അർജുൻ കുറച്ച് ലേറ്റായി. എന്താണ് അർജുൻ ഇപ്പോഴാണോ തുറന്ന വാതിൽ ഞാൻ ജപിച്ച് കയറൊക്കെ ഇട്ട് പിന്നെ മേലെ എന്താണ് നമുക്ക് പറയും. ചുറ്റുള്ള ആൾക്കാർ അവനൊന്ന് ഓണാക്കണം, അവനൊന്ന് റെഡിയാക്കണം. ഞാൻ റെഡി, നമ്മുടെ പിള്ളേരല്ലേ. ഈ വാക്കൊന്നല്ല പറയാൻ പറ്റില്ല. കൂട്ടത്തിലെ എക്സ്ട്രോവേർട്ട് അർജുൻ ചേട്ടനാണോ? നിങ്ങളുടെ അടുത്ത് വരുമ്പോ മാത്രം, പുറത്ത് പോയപ്പോ ഞാൻ ഇങ്ങനെ തെറിച്ചെറിച്ച് പോകും. ഞാൻ നേരത്തെ പറയാനിരുന്നത് കാർമി, ഞാൻ അങ്ങനെ പറഞ്ഞെങ്കിലും വെറുതെ നമ്മുടെ ഇത് വെച്ച് പറഞ്ഞ കേട്ടോ. പുള്ളിക്കാരി അവിടെ ഇറ്റ്സ് എ ജോയ് ടു ബി അറൗണ്ട്. വന്നാൽ തന്നെ ഭയങ്കര നമുക്കൊരു പോസിറ്റിവിറ്റി തരുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് ആക്ച്വലി പറഞ്ഞപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചേട്ടാ കാര്യം. അത് കറക്റ്റ് ആയിരുന്നു. നമ്മള് ട്രെയിനിങ് സെഷൻസ് ഒക്കെ ഉണ്ടായപ്പോഴും നമ്മളിങ്ങനെ ട്രെയിൻ ചെയ്തു. അപ്പൊ പിന്നീട് ലാസ്റ്റാണ് കാമി വന്നിട്ട് ജോയിൻ ചെയ്തത്. വന്നപ്പോ തൊട്ട് നമ്മളുടെ അപ്ഡേറ്റ്സ് എല്ലാം ഗ്രൂപ്പിൽ അയച്ച് സെൽഫി, വീഡിയോ, ഫോട്ടോസ്, അതിനൊരാളുണ്ട്. അപ്പൊ അങ്ങനെ ഇവരെല്ലാരും കൂടി ഒരു പെട്ടെന്നൊരു കണക്ഷൻ ഉണ്ടാകാൻ കാരണം കാമിയാണ്. നമ്മുടെ ആൺകുട്ടികളെ കൂടി പെൺകുട്ടി വന്ന വൈബ് വേറെയാ. ഞങ്ങള് ഭയങ്കര സ്ട്രിക്ട്ലി പ്രൊഫഷണൽ ആയിട്ട് വർക്ക് ചെയ്ത് പോവായിരുന്നു. സോറി ചോദിച്ചു വാങ്ങിയ പോലെ. കൂട്ടത്തിലെ ഷോർട്ട് ടെമ്പർ.
ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ദേഷ്യം വരും. എനിക്ക് വൈശാഖ് എന്ന് വിളിച്ചാൽ ദേഷ്യം. പക്ഷെ റോഷൻ പിന്നെ ഞാൻ കുറേ കൂടെ പിടിച്ചേക്കും. അവൻ കുറച്ചുകൂടെ എന്നെക്കാളും മുമ്പ് അവൻ പൊട്ടു വന്നു. ഞങ്ങൾ രണ്ടാമത് സമയമായി ഓക്കെ ലാസ്റ്റ് വൺ. അടിയെ സമാധാനമായിട്ട് നേരിടുന്ന ആള്. ഇഷാൻ ആക്ച്വലി ഏറ്റവും ഗ്രേസ് സമാധാനമാണോന്ന് അറിയില്ല, ഏറ്റവും ഗ്രേസ്ഫുള്ളി അടിയെ നേരിടുന്നത് ഇഷാൻ. ഓക്കെ വെൽക്കം. ഇപ്പം ടീച്ചറിൽ കേട്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ എത്ര അടി കൊടുത്ത് ഈ ആളുകളുടെ കയ്യടി വാങ്ങിയെന്ന്. നിങ്ങളുടെ ലൈഫിലൊക്കെ ഒരുപാട് കയ്യടി കിട്ടിയിട്ടുണ്ടാവും, എങ്കിലും ഓർമ്മയിൽ വരുന്ന നിങ്ങൾക്ക് വേണ്ടി ക്ലാപ്പ് ചെയ്തിട്ടുള്ള ഒരു മൂമെന്റ്. ഇതൊന്നും മാർക്കോ റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ പേട്രിയറ്റ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഒരു ഡിസംബർ 20th മാർക്കോ ആണെങ്കിൽ ഡിസംബർ 22nd 3rd ആണ് പേട്രിയറ്റ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ മമ്മൂക്ക വന്നിട്ടുണ്ട്. കാരണം മമ്മൂക്ക വന്നിട്ട് ആകെ പറഞ്ഞ് കൺഗ്രാറ്റുലേഷൻസ്, അത്രേ ഉള്ളൂ, എനിക്കത് മതി. അങ്ങനെ ഒത്തിരി നമ്മൾ റെസ്പെക്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ എൻ്റെ ഫാമിലിയിൽ ഉള്ള എൻ്റെ ഒരു കസിൻ ചേട്ടനുണ്ട്. പുള്ളി എന്നെക്കാളിലും കൂടുതൽ ഒരു പോയിന്റിൽ ഞാൻ എൻ്റെ സിനിമയിലൊക്കെ വരണം, നാടകങ്ങളൊക്കെ അഭിനയിച്ചിരുന്ന സമയത്ത് സിനിമയിലൊക്കെ വരണം എന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച ഒരാളാണ്. അപ്പോൾ പുള്ളി ആക്ച്വലി 1-2 പ്രാവശ്യം ഇത് സംഭവിച്ചിട്ടുണ്ട് സിനിമകൾ. ആൻഡ് പുള്ളി ഭയങ്കര കൊമേഴ്ഷ്യൽ സിനിമയുടെ ആളാണ്. ഞാൻ ചെയ്യുന്ന സിനിമകളൊക്കെ കുറച്ചധികം സീരിയസ് ആണെന്നും കുറച്ചും കൂടെ ഫൺ പടങ്ങളൊക്കെ ചെയ്യണമെന്നൊക്കെ വിശ്വസിക്കുന്ന ഒരു വ്യൂവറാണ്. പുള്ളി ഇങ്ങനെ ഒരു സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു, എന്നെ പോലത്തെ ഉള്ള ആൾക്കാർക്കൊക്കെ ഈ സിനിമ ഭയങ്കര വർക്കാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അത് ലൈക്ക് പിന്നെ അല്ലാതെ ഈ പറഞ്ഞ പോലെ ഒത്തിരി നമ്മൾ റെസ്പെക്ട് ചെയ്യുന്ന ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷേ ഐ ഫീൽ ലൈക്ക് ദിസ് വാസ് സ്പെഷ്യൽ. ഭയങ്കര പേഴ്സണലായി പോകും, അത് കുഴപ്പമില്ലല്ലോ അല്ലേ. അതായത് ഇപ്പോൾ എൻ്റെ ഡിഗ്രി കഴിഞ്ഞിട്ട് സിനിമ ചെയ്യണം എന്നുള്ള ആഗ്രഹം, നമുക്ക് സിനിമ ഫീൽഡിലേക്ക് ഇറങ്ങണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഫിലിം സ്കൂളിലൊക്കെ പോയി ഡയറക്ഷനും സിനിമാറ്റോഗ്രഫി അങ്ങനെ 2 ഡിപ്പാർട്ട്മെൻറ്റ് പഠിക്കാൻ വേണ്ടി കിട്ടിയില്ല. അപ്പോൾ ഞാൻ അങ്ങനെ 2-3 വർഷം കഴിഞ്ഞിട്ട് ഞാൻ തന്നെ ഇറങ്ങി തിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ അസിസ്റ്റൻ്റായിട്ടൊക്കെ പോയി വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അച്ഛൻ അന്ന് കുറച്ച് ടെൻഷനായിരുന്നു. അച്ഛൻ പുള്ളിക്കാരൻ ഡോക്ടറാണ്, പുള്ളിക്കാരൻ ഇതുവരെ കുറേ ആഗ്രഹങ്ങളുള്ള മനുഷ്യനായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ സ്റ്റൈലിലേക്ക് പോയത്. അപ്പോൾ നീ ഒരു PG ചെയ്യണം, ഇത് വർക്കാവുമോ ശരിയാവുമോ എന്നുള്ള ഭയങ്കര ടെൻഷൻ. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയും, അങ്ങനെ ഓരോന്നിന് പോകുമ്പോൾ. കാരണം അന്ന് ഭയങ്കര സ്ട്രഗിളാണല്ലോ. ആദ്യത്തെ എൻ്റെ 25 വയസ്സ് വരെയൊക്കെ 26 വയസ്സ് വരെയുള്ള സമയം എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രഗിളായിരുന്നു. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്ക് പുള്ളി ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞ് ഒരു 8 വർഷം എടുത്തു, 9 വർഷം കഴിഞ്ഞ് ഞാനൊന്ന് സെറ്റായി വന്നപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞാൽ എടാ നീ അന്ന് ചൂസ് ചെയ്ത ആ വഴി കറക്റ്റായിരുന്നു, എനിക്ക് തെറ്റിപ്പോയതാണ്, നീ ചെയ്ത കറക്റ്റാണ്, അത് കൊള്ളാം, നല്ല തീരുമാനം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഒരു സന്തോഷം ഉണ്ടായി. അപ്പോൾ അത് കയ്യടിയായിട്ട് കൂട്ടുന്നു. ഏത് മേഖല പിടിക്കുന്ന എനിക്ക് 2 പോയിന്റ് ഇപ്പോഴും എൻ്റെ മനസ്സിലിരിക്കുന്നത്. ഒന്ന് ബ്രഹ്മയുഗം ഷൂട്ട് ചെയ്യണ സമയത്ത് ഞാൻ വീട് വിട്ടു പോകാൻ ശ്രമിച്ചിട്ട് തിരിച്ചു വരുന്ന സീക്വൻസ് ഉണ്ടല്ലോ. ആ വീട് വിട്ടു പോയി ആ ബ്ലഡൊക്കെ ഇട്ട് അപ്പോൾ തിരിച്ച് അകത്ത് കയറി ഈ വരുന്ന ഫോളാണ് ഫസ്റ്റ് എടുക്കുന്നത്, എന്നിട്ടാണ് ബാക്കി സീക്വൻസ് എടുക്കുന്നത്. അപ്പോൾ നേരെ ഫോളോ ചെയ്ത് നേരെ വന്ന് കാലിലേക്ക് വീഴണം മമ്മൂക്കയുടെ അടുത്തേക്കാണ്. അപ്പോൾ വന്ന് വീണ് ഇഴഞ്ഞ് മമ്മൂക്കയുടെ അടുത്തെത്തി കട്ട് വിളിച്ചപ്പോൾ മൊത്തം ആൾക്കാർ ക്രൂ കൈയടിച്ച്. ഞാൻ പെട്ടെന്ന് ചാടി കഴിഞ്ഞിട്ട് നമുക്ക് പറഞ്ഞു നിനക്കുള്ള ഐഡിയ അല്ലാതെ എനിക്കുള്ളതെന്ന് പറഞ്ഞു. ഓക്കെ എന്നാലും കൊള്ളാം, നന്നായിരുന്നു. അതില് എനിക്ക് ഭയങ്കര ഒരു കൊടുക്കത്തെ ഹൈ കിട്ടി. പിന്നെ എനിക്ക് തലവരെ ഇറങ്ങിയപ്പോൾ അച്ഛൻ തിയേറ്ററിൽ എന്നെ കാണാൻ വന്ന മൊമെന്റ് അടിപൊളിയായിരുന്നു. ഇപ്പോൾ ഒരു ആക്ടിംഗ് എന്ന് പറയുന്നത്, ഒരു ആക്ടർ ആവുക എന്ന് പറയുന്നത് ഒരുപാട് സ്വപ്നം കാണുന്ന ഒരുപാട് ആളുകളുണ്ട്. സോ നിങ്ങളിപ്പം നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഒരു സ്റ്റേജിൽ എത്തിയിരിക്കുകയാണ്, ഇപ്പം സസ്റ്റൈൻ ഉണ്ട്, പക്ഷേ എങ്കിൽ കൂടെ നിങ്ങൾ അതിനുവേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഈ ആക്ടർ ആവുക അല്ലെങ്കിൽ നിങ്ങളുടെ ഈ പാഷൻ പുറകെ നിങ്ങൾ പോകുന്ന സമയത്ത് കുറേ കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടാവാം, കുറേ കാര്യങ്ങൾ മിസ് ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ ഇപ്പം നിൽക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, അതെങ്ങനെ നിങ്ങൾ കാണുന്നത്? അയ്യോ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. ഈ ഇങ്ങനത്തെ പടങ്ങൾ വരുമെന്ന് ജീവിതത്തിൽ പോലും ചിന്തിക്കാണ്ടൊക്കെയാണ് നമ്മൾ സിനിമയുടെ ജീവിതം തുടങ്ങണത്. ഒരു ഡയലോഗ്, ഒരു സീൻ കിട്ടിയാൽ അത്രയും ആഗ്രഹമാണ് നല്ല പടങ്ങളിൽ. കാരണം ചെയ്ത 2 പടത്തിൽ ത്രൂ ഔട്ട് അഭിനയിച്ചിട്ടൊരു കാര്യം ഉണ്ടായില്ല. ആ പടം ആൾക്കാർ കണ്ടുപോലും ഇല്ല തിയേറ്ററിൽ ഇറങ്ങിയിട്ട്. പിന്നെ അപ്പോൾ പറവ സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള ആഗ്രഹം മാത്രമേ ഉണ്ടായുള്ളൂ. ഇപ്പോൾ നോക്കുമ്പോൾ ആഗ്രഹിച്ചതിനെക്കാളും കൂടുതൽ കിട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ്. അപ്പോൾ അതിന് കൂടേണ്ട ആൾക്കാരോടും കൂടെ വർക്ക് ചെയ്ത ആൾക്കാരോടും എപ്പോഴും ഒരു സ്നേഹവും നന്ദിയും മാത്രം. ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. കാരണം ഇത്ര പ്രതീക്ഷിച്ചിട്ടുള്ള ഈ ഒരു പരിപാടി
ശങ്കർ മഹാദേവന്റെ കൂടെ ഒക്കെ ഏത് പടം ചെയ്യാൻ ആഗ്രഹിക്കാനാണ്. ഇപ്പൊ AR റഹ്മാന്റെ കൂടെ വരെ പടം ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ച് നോക്കിയ തമിഴ് പടത്തില് അതൊന്നും ചിന്തിച്ചിട്ട് പോലും ഇല്ല ജീവിതത്തില്. അതൊക്കെ ഇങ്ങനെ ഒരു നമ്മൾ ചെയ്ത പ്രവർത്തികളും അല്ലെങ്കിൽ നമ്മളുടെ സിനിമകൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്ത ക്യാരക്ടേഴ്സ് കൊണ്ട് ഇഷ്ടപ്പെട്ട് വിളിച്ചെന്ന് പറയുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം അത് ചിന്തിക്കുന്നതിൻ്റെ അപ്പുറമാണ്. അപ്പോൾ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. ഗ്രേറ്റ്ഫുൾ ആണ്, അച്ഛനോട് പറഞ്ഞ പോലെ ഗ്രേറ്റ്ഫുൾ ആണ്. പക്ഷേ ഞാനിപ്പോൾ തുടങ്ങുന്നേ ഉള്ളൂ, 4ാമത്തെ സിനിമയാണ്. അപ്പോൾ ഇപ്പോഴും ആ ഒരു സാറ്റിസ്ഫാക്ഷൻ എത്തിയിട്ടില്ല. മീൻസ് ഇവരോട് അഭിനയിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്, മീൻസ് ഇവർ 30-40 മൂവീസൊക്കെ ചെയ്തതാണ്. അപ്പോൾ എനിക്ക് തന്നെ അറിയാം എൻ്റെ പൊട്ടൻഷ്യൽ എന്താണെന്ന്. പിന്നെ അതിൻ്റെ പകുതി പോലും എത്തിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് എത്തുന്നവരെ ഒരു സ്ട്രൈവിങ് ഫോർ ദാറ്റ് എന്നാണ്. ഞാൻ ഇമാജിൻ ചെയ്തിട്ടേ ഇല്ല ഇങ്ങനൊരു ഫേസ് എത്തും എന്നൊക്കെ പറയാൻ വന്നത്. അപ്പൊ ഏകദേശം ആൾക്കാരും ഞാൻ ഇങ്ങനെ മുമ്പോട്ട് അങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് ഒരുപാട് ആലോചിക്കാറൊന്നുമില്ല. ഇപ്പം അടുത്തൊരു 5 കൊല്ലത്തിൽ എനിക്ക് ഇന്ന സ്ഥലത്ത് എത്തണം, ഇന്ന ടൈപ്പ് പടങ്ങൾ ചെയ്യണം, അങ്ങനെ ഒന്നും ആലോചിക്കാറില്ല. ഇപ്പോൾ എനിക്കെപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത് ഒരു ഒഴുക്കാണ്. അതിൽ നമുക്ക് എടുത്ത് നന്നാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് വെച്ചിട്ട് ദോസ് വിൽ ബിക്കം യുവർ സ്റ്റെപ്പിംഗ് സ്റ്റോൺസ്. ഞാൻ വർക്ക് മാത്രമേ ചെയ്തിട്ടുള്ളൂ, നെറ്റ്വർക്ക് ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ എനിക്ക് ഈ ആക്ടർ എന്നുള്ള നിലയ്ക്ക് വർക്ക് ചെയ്തുകൊണ്ട് മാത്രം ഇങ്ങനൊരു പടത്തിലൊക്കെ എത്താൻ പറ്റിയത് ഞാൻ ഭയങ്കര വലിയ സംഭവമായിട്ട് തന്നെ കാണുന്നത്. ഐ എം വെരി വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ഇറ്റ് ആൻഡ് ദർ സോ മച്ച് ടു ലേൺ ഫ്രം പീപ്പിൾ അറൗണ്ട് യു. ഈ പോയിന്റിൽ താങ്ക്ഫുൾ ആണ്. കാരണം വെച്ചാൽ ഒരിക്കലും ഇപ്പോൾ റോഷൻ ഇപ്പോൾ പറഞ്ഞ പോലെ ഇവിടെ എത്തണം എന്നുള്ള എത്തുമായിരിക്കും എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. പക്ഷെ അത് എങ്ങനെ എത്തുമെന്നൊന്നും അറിയില്ല. എന്നുവെച്ചാൽ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്നും എനിക്കില്ല, അങ്ങനെ ആരും പരിചയമില്ല. അപ്പോൾ അന്ന് ഈ തീരുമാനം എടുത്തു തൊട്ട് എൻ്റെ കൂടെ നിന്ന് ഒരുപാട് ആൾക്കാരുണ്ട്. എൻ്റെ സ്കൂളിലെ ഫ്രണ്ട്സ് ആയാലും എൻ്റെ ഒപ്പം ഇപ്പോഴും ഉള്ള ചിലരുണ്ട്. അതുപോലെ ഫാമിലി, അച്ഛനമ്മ, അവരുടെ സപ്പോർട്ട്. ഞാൻ ഒരർത്ഥത്തിൽ എന്നെ ഒരു ആക്ടർ ആക്കിയത് റോഷനാണെന്ന് പറയും. കാരണം ഞങ്ങൾ ഒരുമിച്ച് കോളേജിൽ പഠിച്ചതാണ്. അപ്പോൾ ഞങ്ങൾ അവിടെയാണ് ഞാൻ കൊച്ചിലെ ഒരു നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ സീരിയസ് ആയിട്ട് ഞാൻ അഭിനയം എന്ന് കാണുന്നത് റോഷനൊക്കെ സ്റ്റേജിൽ റോഷൻ്റെ ഒരു ഗ്യാങ് ഫ്രണ്ട്സ് കോളേജിൽ ഇവരൊക്കെ ചെയ്ത് കണ്ടിട്ടാണ് ഭയങ്കര നല്ല പരിപാടിയാണല്ലോ, അഭിനയിക്കണം എന്നുള്ളൊരു ആഗ്രഹം എനിക്ക് അപ്പോഴാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ റോഷൻ നമ്മൾ ഹെഡ് ചെയ്തൊരു തിയേറ്റർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ആ തിയേറ്റർ ഗ്രൂപ്പിൽ ഞാൻ ഓഡിഷൻ ചെയ്ത് ഞാൻ കയറുകയും എൻ്റെ റോഷനാണ് എന്നെ ആദ്യകാലങ്ങളിൽ അഭിനയത്തെ നമ്മൾ ഒരുമിച്ചാണ് നമ്മൾ ആ തിയേറ്ററും നാടകം എല്ലാം ചെയ്തത്. അവിടെയാണ് ഞാൻ തുടങ്ങുന്നത്. അപ്പോൾ റോഷനോടുള്ള നന്ദിയുണ്ട്. അപ്പോൾ ഇങ്ങനെ പലരുടെയും സഹായം കൊണ്ട് പലരും ബാക്ക് ചെയ്താണ് ഞാൻ ഇവിടെ വരെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഗ്രേറ്റ്ഫുൾ, താങ്ക്ഫുൾ ടു ഓൾ ഓഫ് ദം. എല്ലാവർക്കും ഉള്ള ഒരു നന്ദി മാത്രമാണ് എനിക്ക് ഉള്ളത്. ബാക്കിയുള്ള ജേർണിയിൽ ഇതുവരെ ഉണ്ടാവട്ടെ. ഇവരൊന്നും ഇല്ലാതെ എനിക്ക് പോകാൻ പറ്റില്ല. ഒറ്റയ്ക്ക് എന്നെ കൊണ്ട് ഇത് ഒരിടത്ത് എത്തില്ല. എല്ലാവരും ഉണ്ടെങ്കിലേ കൂടെ പോകാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും. ആൻഡ് നിങ്ങളിപ്പം മലയാളം പോലെ തന്നെ മറ്റ് ഭാഷകളിൽ സിനിമ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം നിങ്ങളെക്കുറിച്ച് അവിടെ നിന്ന് ആളുകൾ നല്ലത് പറയുമ്പോൾ ഞങ്ങളുടെ വീട്ടിലൊരാളെ പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പം ഈ സിനിമ സക്സസ്ഫുൾ ആവട്ടെ. എല്ലാവരും അതിനുവേണ്ടി തന്നെയാണ് ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വലിയൊരു ഹാർഡ് വർക്ക് ഇതിന് പുറകെ ഉണ്ടെന്ന് അറിയാം. ഒരുപാട് വേദനിച്ചിട്ടുണ്ടാവും, ഓരോട് അടിയിടിയൊക്കെ പറഞ്ഞ് ഫണ്ണായിട്ട് പറയെങ്കിലും കുറേ അതിൻ്റെ ഹാർഡ് വർക്ക് പുറകെ ഉണ്ടാവും. സോ തിയേറ്ററിൽ സിനിമ ഒരു വലിയൊരു സക്സസ് ആവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും തരുന്നു. താങ്ക് യു സോ മച്ച്. നിങ്ങൾക്കൊരു ചെറിയ ഗിഫ്റ്റും കൂടെ നല്ലതാവണേ. നന്ദിയുണ്ടേ. താങ്കള് ഫോട്ടോ പതിക്കണം. ഇനി നിങ്ങൾ വലിയ ഹാമ്പേഴ്സായി തിരിച്ചു വരും. അതെ, ഷാമിന്റെ ഫസ്റ്റ് ഇന്റർവ്യൂ എനിക്കൊന്നും കിട്ടിയിട്ടില്ല.